ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ രാജ്യത്തെ വിസ്മയപാതയായ അരൂർ-തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും അതുവഴി ഉണ്ടായ നിയന്ത്രണങ്ങളും ആണ്. .75 കിലോമീറ്ററിൽ ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ 6 വരി ഉയരപാതയാണിത്. 24 മീറ്റർ വീതിയുള്ള ഈ ആകാശപാതയ്ക്കായി 374 തൂണുകളാണ് നിർമ്മിക്കുന്നത്. 30 മീറ്റർ വീതിയുള്ള ദേശീയപാതയുടെ നടുവിലായി ഈ ഒറ്റ തൂണുകൾ തയ്യാറാക്കുന്നു. 1675 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കാൾ അല്പം കൂടി നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം വലിയ പ്രതിഷേധവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാണ്. ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളമാണ്. ഇതുവഴി കൊടും ദുരിതമാണ് യാത്രക്കാർ നേരിടുന്നത്. പ്രദേശവാസികൾക്ക് ജീവിതം ദുരിതമായിരിക്കുകയാണ്. ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ മേഖലയിലെ ഷോപ്പുകളുടെ കച്ചവടം നഷ്ടമായിരിക്കുന്നു. ഈ യാത്രാക്ലേശങ്ങൾ അവസാനിപ്പിക്കാനായി നിരവധി പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. റോഡൊക്കെ വലിയ കുഴികളാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് രൂക്ഷമായ വെള്ളക്കെട്ടാണ്. വെയിലെത്തിയാലും വെള്ളക്കെട്ട് മാറുന്നില്ല. ചെളിയിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു. 4 വീലർ ഉൾപ്പെടെ താഴ്ന്നു പോകുന്നു. ഇതുവഴി ഒരിക്കൽ യാത്ര ചെയ്താൽ ഇവിടെ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കാൻ സാധിക്കും. കമ്പിയും പണിയായുധങ്ങളും മറ്റും വാഹനങ്ങളുടെ മുകളിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു. ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇതിന്റെ നിർമ്മാണം എന്ന് നാട്ടുകാർ നിരന്തരം ആരോപിക്കുന്നു. അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ വലിയ ട്രാഫിക് ബ്ലോക്ക് മറികടന്ന് അപകടമുണ്ടാകാതെ എത്തിയാൽ മഹാഭാഗ്യം എന്ന് യാത്രക്കാർ പറയുന്നു. ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയാണ് ഈ പണികൾ ഇവിടെ പുരോഗമിക്കുന്നത്. അധികാരികൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഈ കരാർ കമ്പനി ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന ആരോപണമാണ്. ഇപ്പോൾ ഇവിടെ ഗതാഗത നിയന്ത്രണം സമാന്തര പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഹെവി വാഹനങ്ങൾ തുറവൂരിൽ നിന്നും തീരദേശ റോഡ് വഴിയോ അരൂക്കുറ്റി റോഡ് വഴിയോ പോകണം. വലിയ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണിത്. യാത്രാദുരിതത്തിന് അറുതി വരുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സമാന്തര പാത നിർമ്മിക്കുന്നത്. ദീർഘദൂര കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് ഇതുവഴി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡീവിയേഷൻ ആവശ്യമുള്ള ഭാഗങ്ങളിൽ 3 ഭാഷകളിലായി സൈൻ ബോർഡ് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ ആവശ്യമില്ലാത്ത നിർമ്മാണ സാമഗ്രികളും ഉടൻ നീക്കം ചെയ്യും. റോഡിലെ ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തിനും നടപ്പാതയ്ക്കും ഇടയിലുള്ള വിടവിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. ഇതൊഴിവാക്കാൻ വിടവ് ഉടൻ നികത്തും. അരൂർ പുത്തൻ റോഡിലെ മാലിന്യം നീക്കി വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഈ പാതയിലൂടെ പൊതുഗതാഗതം ഒഴികെയുള്ള ദീർഘദൂര കണ്ടെയ്നർ ഹെവി വാഹനങ്ങൾക്കാണ് നിരോധനം. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരം വാഹനങ്ങൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊല്ലം ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞും MC റോഡ് വഴി പോകണം എന്നാണ് നിർദ്ദേശം. ഇനിയെങ്കിലും മാസങ്ങളായി അനുഭവിച്ചു വരുന്ന യാത്രാക്ലേശത്തിന് അറുതി വരും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ വിസ്മയപാത ഉടൻ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇനി തുറവൂരിൽ നിന്ന് ചേർത്തല വരെയുള്ള NHന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.